നാട്ടിലെ കാരൂർ നാമിക്കലിൽ നടൻ വിജയ് നടത്തിയ റാലിയിലാണ് തിക്കിലും തിരക്കിലും പെട്ട് 40 പേരുടെ മരണം എന്നുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്ത ഈ ഒരു സമയത്ത് പുറത്തു വരുന്നത്. കുട്ടികളും സ്ത്രീകളും ഗർഭിണികളും അടക്കമുള്ള ആളുകളാണ് ഈ ഒരു അപകടത്തിൽ പെട്ടിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ എല്ലാം തന്നെ കാരൂർ സർക്കാർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ ഒരു അപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറിപ്പ് വന്നിരുന്നു. യുദ്ധകാല അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തും. അതിനായിട്ട് ജനങ്ങളും പോലീസും മറ്റ് സംവിധാനങ്ങളും എല്ലാം സഹകരിക്കണം. എല്ലാവരും ഒത്തുചേർന്ന് വേണം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താനായിട്ട് എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നേതാവ് നടത്തുന്ന റാലി എന്നതിൽ ഉപരി വിജയ് തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാറാണ്. ഒരുപാട് ആരാധകരുള്ള നടനാണ്, താരമാണ്. അപ്പോൾ അത്തരത്തിൽ വിജയിയെ കാണാൻ കൂടിയാണ് ആളുകൾ അവിടേക്ക് എത്തിയിരുന്നത്. മുൻപ് ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപ് വിജയ് 2 ദിവസങ്ങളിലാണ് ഇതിന് മുൻപ് ഇത്തരത്തിൽ കഴിഞ്ഞ 2 ശനിയാഴ്ചകളിലാണ് ഇത്തരത്തിൽ റാലി നടത്തിയത്. അവിടെയും ഇത്രയധികം ആളുകൾ വന്നിരുന്നു. അത് കൃത്യമായ ഒരു പാഠമായിരുന്നു. ഇത്രയധികം ആളുകൾ എത്തുമ്പോൾ എങ്ങനെ വേണം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ എന്നുള്ളത്. എന്നാൽ ആ പാഠം ഉൾക്കൊള്ളാതെയാണ് വിജയ് ഇന്ന് ഈ ഒരു റാലി, വിജയുടെ രാഷ്ട്രീയ പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഈ ഒരു റാലി സംഘടിപ്പിച്ചത്. അത് അതീവ വലിയ ഒരു ദുരന്തത്തിലേക്ക് കലാശിച്ചിരിക്കുന്നു. നിരവധിയായിട്ടുള്ള ആളുകൾക്ക്, കുട്ടികൾ അടക്കമുള്ള ആളുകളുടെ ജീവൻ നഷ്ടമായി എന്ന് പറയുമ്പോൾ രാജ്യത്തെ മുഴുവൻ അത് ദുഃഖത്തിൽ ആഴ്ത്തുന്നുണ്ട് എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ഒരു റാലി സംഘടിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. 10,000 പേരെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ 60,000-ത്തിലധികം ആളുകൾ എത്തി എന്നുള്ളതാണ്. 2 ലക്ഷത്തോളം പേര് എത്തി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. 60,000 പേർക്ക് നിൽക്കാവുന്ന സ്ഥലം എന്നാണ് കണക്കാക്കിയത്. പക്ഷേ 2 ലക്ഷത്തിലധികം ആളുകൾ അവിടേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങളാണ്. റാലിക്കെത്തിയ ആളുകളെ പോലീസ് അടിച്ച് ഓടിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഏറെ സങ്കടകരമായിട്ടുള്ള ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെയാണ് അവിടെ വരുന്നത്. ഇത്രയധികം ആളുകൾ എത്തിയപ്പോൾ ആളുകളെ കൈകാര്യം ചെയ്യാനായിട്ട് പോലീസ് 3-ാം മുറ തന്നെ പ്രയോഗിക്കുന്നു അവിടെ എന്നുള്ളതാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ നേതാവ് നടത്തുന്ന റാലി എന്നതിലുപരി വിജയ് എന്ന് പറയുന്നത് വലിയ താരപരിവേഷമുള്ള താരമാണ്, നടനാണ്, സൂപ്പർ താരമാണ്. വിജയ് ഒക്കെ ഇത്തരത്തിൽ എവിടെ എത്തിയാലും ആളുകൾ വലിയ തരത്തിൽ കൂടും എന്നുള്ളതാണ്, വിജയെ കാണാൻ എന്നുള്ള ആ ഒരു തരത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ കണക്കനുസരിച്ചാണെങ്കിൽ 2 ലക്ഷത്തോളം ആളുകൾ അവിടേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അത്ര ആളുകൾക്ക് നിൽക്കാനുള്ള സ്ഥലം അവിടെ ഇല്ലായിരുന്നു. തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ കുഴഞ്ഞു വീഴുകയും ആളുകൾക്ക് മരണം സംഭവിക്കുകയും 40 പേര് മരിച്ചു എന്നുള്ള ഏറെ ദുഃഖകരമായിട്ടുള്ള ഞെട്ടിക്കുന്ന കണക്കാണ് പുറത്തു വരുന്നത്. ഇനിയും നിരവധി ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ്, അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങൾ, ഏറ്റവും പുതിയതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെയാണ് ഈ ഒരു റാലി നടക്കുന്ന സമയത്ത് ഉള്ള ദൃശ്യങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്, പുറത്തേക്ക് വരുന്നത്. നിരവധി ആളുകൾ പങ്കെടുത്തു എന്നതിന് തെളിവായിട്ടുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഗൗതം അമരകുഞ്ചമാണ് അവിടെ നിന്നും വിവരങ്ങളുമായി. ഗൗതമിലേക്ക് തിരിച്ചെത്താം. അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ കാണുന്നത്. വിജയ് നടത്തിയ റാലിക്കിടെയാണ് ഇത്ര വലിയ അപകടം ഉണ്ടായത്, ഇത്ര വലിയ ദുരന്തത്തിലേക്ക് അത് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ നാമിക്കലിൽ നടൻ വിജയ് നടത്തിയ റാലിയിലാണ് തിക്കിലും തിരക്കിലും പെട്ട് 40 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. മരിച്ചവരിൽ കുട്ടികളും ഗർഭിണികളും സ്ത്രീകളും എല്ലാം ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. കുഴഞ്ഞു വീണ്, തിക്കിലും തിരക്കിലും പെട്ട് കുഴഞ്ഞു വീണാണ് ആളുകൾ മരിച്ചിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ ഒരു അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറിപ്പിലൂടെ തന്നെ വലിയ അപകടമാണ്, യുദ്ധകാല അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തും എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞിരുന്നു. ഗൗതം അമരകുഞ്ചം നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ഗൗതം, അവിടെ നിന്നുമുള്ള കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു റാലിയിൽ അത്രയധികം ആളുകൾ പങ്കെടുത്തിരുന്നു, 2 ലക്ഷത്തിലധികം ആളുകൾ എത്തി എന്നതടക്കമുള്ള വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.
തീർച്ചയായിട്ടും സ്വാഗതം. ഈ നിമിഷം നമുക്ക് പരിപാടിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. അതായത് DMK വിജയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് TVK അനുമതി തേടിയുള്ള കത്ത് പുറത്തു വന്നിരിക്കുന്നത്. ഈ കത്തിൽ പറയുന്നത് ഈ പരിപാടി നടക്കുന്നത് ഇന്ന ദിവസം വൈകുന്നേരത്ത് കാരൂരിൽ പരിപാടി നടക്കുന്നു. ആ പരിപാടിക്ക് അനുമതി നൽകണം. പ്രതീക്ഷിക്കുന്നത് 10,000 പേരെയാണ്. പക്ഷേ 60,000 പേർക്ക് വരെ നിൽക്കാൻ കഴിയുന്ന സ്റ്റേജ് വേദി ഒരുക്കും, സ്ഥലം ഒരുക്കും. ആ സ്ഥലത്തിലായിരിക്കും പരിപാടി നടക്കുക. അതിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് നൽകിയത്. ഇത്